അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഭിന്നശേഷി വിഭാഗത്തിനും അതിദരിദ്രർക്കുമുള്ള സർക്കാർ സഹായത്തിൽ വൻ ക്രമക്കേട് എന്ന വാർത്തയാണ് ആദ്യമായി പങ്കുവയ്ക്കാനുള്ളത്. പോഷകാഹാര ലഭ്യതയ്ക്കായി തലസ്ഥാനത്ത് നൽകിയ ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ജീവനുള്ള പുഴുക്കളെയും ചെള്ളുകളെയും വരെ കണ്ടെത്തുന്നു. കല്ലിയൂർ പഞ്ചായത്തിലെ പലർക്കും ലഭിച്ചത് കാലാവധി കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങളുമാണ്. കൂടാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാകുന്ന ഒരു കാഴ്ച. അതിലേക്ക് എത്താം. ആദ്യം ഈ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ തന്നെ ശാലിനിയോട് ചോദിച്ചറിയാം. ശാലിനി, ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ്. ഈ അധികൃതർ ഒന്നും പരിശോധിക്കുന്നില്ല, എല്ലാത്തിലും പ്രശ്നമാണല്ലോ. അനു, അത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ആ വീടുകളിലെത്തി ആ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ഉണ്ടായ അനുഭവം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന അതിദരിദ്ര എന്ന വിഭാഗം, ആ വിഭാഗത്തിൽ ഏകദേശം 68ഓളം പേരുകളാണ് കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏകദേശം 50ലധികം ആളുകൾക്ക് ഭക്ഷണ ഹിറ്റുകളും 18ഓളം വരുന്ന ആളുകൾക്ക് 10ഓളം വരുന്ന ആളുകൾക്ക് ഈ ഭക്ഷണങ്ങൾ പാകം ചെയ്ത ഭക്ഷണവും നൽകുന്നു എന്നുള്ള ഒരു പദ്ധതിയാണ്. അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നതാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചത്. പ്രത്യേകിച്ച് CPM-ന്റെയും ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു അഭിമാന പ്രോജക്റ്റ് ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു കാലാവധി കഴിയുന്നതിന് മുൻപ് സംസ്ഥാനത്തെ അതിദരിദ്ര നിർമ്മാർജ്ജന സംസ്ഥാനമായി പ്രഖ്യാപിക്കുക എന്നുള്ള അവകാശവാദത്തോടെയൊക്കെ ആരംഭിച്ചതാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ടുള്ള പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം, അതായത് ഈ അവസാന മാസം നൽകിയ കിറ്റുകളിൽ, ഭക്ഷണ കിറ്റുകളിൽ നിറയെ പുഴുക്കളും, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. 7 കൂട്ടം സാധനങ്ങളാണ് അവർക്ക് പ്രധാനമായും നൽകുന്നത്. റവ, തേയില, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് കടല, ഉഴുന്നുപരിപ്പ്, ഇങ്ങനെ 7 വിഭാഗത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ്. അതിൽ റവയിൽ നിന്നാണ് മിക്ക വീടുകളിലും ഇത്തരത്തിൽ ഭക്ഷണ സാധനങ്ങളിൽ ലഭിച്ചതിൽ പുഴുക്കളെ കണ്ടെത്തിയിട്ടുള്ളത്. ചെള്ളുകളുണ്ട്, ജീവനുള്ള പുഴുവുണ്ട്. നമ്മളത് ദൃശ്യങ്ങൾ പകർത്താനായി എടുത്തപ്പോൾ തന്നെ പലയിടത്തുനിന്നും ജീവനുള്ള പുഴുക്കൾ ഇങ്ങനെ അതിനകത്തൂടി നടക്കുന്നതൊക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ പകർത്താനും സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണ്. അതായത് ഡിസംബറിൽ പാക്ക് ചെയ്ത 1 മാസം പോലും കാലാവധി ഇല്ലാത്ത സാധനങ്ങൾ ഉൾപ്പെടെ ഡിസംബറിലും ഒക്ടോബറിലും ഒക്കെ പാക്ക് ചെയ്ത സാധനങ്ങളാണ്. 1 മാസം പോലും കഴിഞ്ഞ് ഉപയോഗിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമുള്ള സ്റ്റിക്കർ അടക്കം പതിച്ച സാധനങ്ങൾ ഈ പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണക്കാരാണ് പലരും, എഴുത്തും വായനയും അറിയാത്തവരുണ്ട്, കൃത്യമായി ഇതൊന്നും നോക്കാത്ത ആളുകളുണ്ട്. പക്ഷേ ഇവർ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇന്നലെ ഭക്ഷണം പാകം ചെയ്യാൻ എടുത്തു. പലരും ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അവസ്ഥ അതിലുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിയുന്നത്. അതിൽ മിക്ക കുടുംബങ്ങളും ഭിന്നശേഷിക്കാരായ ആളുകളുടെ കുടുംബങ്ങളാണ്. പ്രത്യേകിച്ച് 1ഉം 2ഉം മക്കളൊക്കെ ഭിന്നശേഷിക്കാരാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതി, ആരോഗ്യസ്ഥിതി, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമാണ് ഈ അതിദരിദ്രരുടെ പട്ടികയിൽ അവരെ പെടുത്തുകയും ഓരോ മാസവും ഈ കിറ്റുകൾ നൽകുകയും ചെയ്തു. പക്ഷേ എന്തിനാണ് ഇങ്ങനെ തങ്ങൾക്ക് കിറ്റ് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ സമൂഹത്തോട്, സർക്കാരിനോട് ഇപ്പോൾ ഈ പട്ടികയിൽപ്പെട്ടവരും ഈ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയവരും അത് കഴിച്ചവരും ചോദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നലെ നമ്മൾ ഈ വാർത്ത പകർത്താൻ അവിടെ എത്തിയപ്പോൾ തന്നെ അവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. കുടുംബശ്രീ വഴിയാണ് ഈ ഭക്ഷണ കിറ്റുകൾ ഈ വീടുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവർ നേരിട്ട് പോയി വാങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ തിരുമലയിലുള്ള യൂണിറ്റിൽ നിന്നും, മാവേലി സ്റ്റോറിൽ നിന്നും സാധനം സപ്ലൈകോ വഴിയുള്ള സാധനങ്ങൾ കുടുംബശ്രീ ഏറ്റെടുക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതിലെത്തുന്നു. അതിനുശേഷം പഞ്ചായത്തിൽ പോയി ഈ ഭക്ഷണ കിറ്റുകൾ അർഹരായവർ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്കടക്കം സർക്കാർ പ്രതിനിധികൾ, പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ പ്രതിനിധികൾ കടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രശ്നം ഗുരുതരമാണ് എന്നുള്ളതും, ഒപ്പം തന്നെ BJP ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഇന്നും ഉൾപ്പെടെ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നടത്താനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ ഈ നൽകിയ സാധനങ്ങൾ, ഭക്ഷണ കിറ്റുകൾ പൂർണ്ണമായും തിരികെ എടുത്ത് പ്രശ്ന പരിഹാരത്തിന് ഒരുങ്ങുന്നു എന്നുള്ള സൂചനകൾ കൂടി ഈ മണിക്കൂർ നമുക്ക് ലഭ്യമാകുന്നു. എങ്ങനെയാണ് അത് പറഞ്ഞ് ഒഴിയാൻ കഴിയുക? ഒക്ടോബറിൽ മുഖ്യമന്ത്രി നടത്തിയ ഒരു വാർത്താക്കുറിപ്പിലൂടെ അദ്ദേഹം അറിയിച്ച ഒരു കാര്യമുണ്ട്. ഈ സർക്കാർ ഒരു സർവേ നടത്തിയിരുന്നു. സംസ്ഥാനത്ത് കണ്ടെത്തിയത് 64,000-ഓളം കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നു എന്നാണ്. ഇത് മാത്രമല്ല, ഇത് ഈ ഒരു സർവേയുടെ കാര്യം മാത്രമല്ല, അന്നത്തെ വാർത്താ പ്രസ്താവനയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ ഒരു ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്, കാരണം 2025ഓടെ സംസ്ഥാനത്തെ പൂർണ്ണമായും അതിദാരിദ്ര്യ മുക്തമാക്കുമെന്ന്
ഉറപ്പ് നൽകിയ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നിലവിലെ അതിദരിദ്രരോട് ഈ ക്രൂരത. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് തദ്ദേശ മന്ത്രിയായിട്ടിരുന്നത് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് തദ്ദേശ മന്ത്രി എം വി ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നു. ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ലൈഫ് പദ്ധതി പോലെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇതിനെ ഏറ്റെടുത്തത്. അതായത് സംസ്ഥാനം മുഴുവൻ അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി തങ്ങൾ പ്രഖ്യാപിക്കുമെന്നുള്ളൊരു അവകാശവാദം വിശദീകരണവും ഒക്കെയാണ് ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നടത്തിയത്. അതേ മുഖ്യമന്ത്രി ഉള്ള തിരുവനന്തപുരം ജില്ലയിലെ ഏകദേശം 20 കിലോമീറ്ററിന് ഉള്ളിൽ കാണുന്ന വിവിധ വാർഡുകളിൽ താമസിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ ഭക്ഷണത്തിൽ പുഴു അടക്കം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ ക്രമക്കേട് നടത്തി. പക്ഷെ ഇത്തരത്തിൽ വികലാംഗരായ കുട്ടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ, എന്നിട്ട് നടക്കാൻ പോലും കഴിയാത്ത കുട്ടികളുള്ള ആ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനുഫാക്ചറിംഗ് ഡേറ്റിൽ കൃത്യതയില്ല. ഒപ്പം തന്നെ പല ഭക്ഷണ സാധനങ്ങളുടെ കിറ്റുകളിലും ആ സ്റ്റിക്കർ പതിച്ചിട്ടില്ല. എന്നാണ് ഇത് പാക്ക് ചെയ്തത്, എത്ര നാൾ ഇത് ഉപയോഗിക്കാം, എന്ന് വരെ ഇത് ഉപയോഗിക്കാം എന്നുള്ള സ്റ്റിക്കറുകൾ പതിച്ചിട്ടില്ല. സ്റ്റിക്കറുകൾ പതിച്ചതിലാകട്ടെ ഡേറ്റുകൾ കഴിഞ്ഞ സാധനങ്ങളാണ് പല വീടുകളിലേക്കും എത്തിയിട്ടുള്ളത്. പഞ്ചസാരയൊക്കെ നമ്മൾ എടുത്ത് ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ തന്നെയാണ് അതിൽ കൃത്യമായി ഡേറ്റുകൾ കഴിഞ്ഞതാണ്, ഉപയോഗിക്കാൻ കഴിയാത്ത സാധനങ്ങളാണ് ഈ മിക്ക വീടുകളിലും എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കിറ്റുകൾ തിരികെ വലിച്ചുകൊണ്ട് മുഖം രക്ഷിക്കാൻ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയുന്നുണ്ട്. പക്ഷേ കല്ലിയൂർ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമായി ഇതിനെ കാണാൻ സാധിക്കില്ല. ഒരു ഒറ്റപ്പെട്ട സംഭവമായി, എപ്പോഴും സർക്കാരും CPM നേതാക്കളും പറയുന്നത് പോലെ ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ കൂടിയും ഇത് ഗൗരവതരമാണ് ശാലിനി. അത് നിസ്സംശയം നമുക്ക് പറയാം. അവകാശം അതിവേഗം എന്നുള്ള ഒരു പദ്ധതിയൊക്കെ ഇങ്ങനെ അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഈ സംസ്ഥാന സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. സർക്കാരിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിനൊക്കെ കർശന നിർദ്ദേശങ്ങൾ നൽകി യാതൊരു പാളിച്ചയും ഇല്ലാതെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാം കൊണ്ടുപോകുമെന്നാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എങ്കിൽ കൂടിയും ഇത് അതിഗൗരവതരമായ സംഭവമാണ് എന്നതിലും സംശയമില്ല. തീർച്ചയായും അത് തന്നെയാണ്. ഈ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിന് മുൻപും പാക്ക് ചെയ്തതിന് ശേഷവും അതിൽ കൃത്യമായി കൃത്യത വരുത്തേണ്ടത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതിന്റെ ക്വാളിറ്റി പരിശോധിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു രീതിയിലുള്ള ക്വാളിറ്റി പരിശോധനകളോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള പരിശോധനകളോ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ വീടുകളിലേക്ക് എത്തിയ സാധനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാക്കറ്റഡ് തേയിലയാണ്. ബാക്കി മറ്റ് സാധനങ്ങളെല്ലാം തന്നെ റവ, പഞ്ചസാര ആയിക്കോട്ടെ, ഉഴുന്നായിക്കോട്ടെ, കടലപ്പരിപ്പ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചതിന് ശേഷം പിന്നീട് പാക്ക് ചെയ്തവയാണ്. സപ്ലൈകോ വഴിയൊക്കെ പിന്നീട് പാക്ക് ചെയ്തതാണ്. അപ്പോൾ കൃത്യമായും അതിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാനും അല്ലെങ്കിൽ അത് പരിശോധിക്കാനുമുള്ള സംവിധാനം സംസ്ഥാനത്തുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പരിശോധനകളും നടത്താതെയാണ് ഈ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധാരണക്കാരോടുള്ള ഈ കൊടും ക്രൂരത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ പലരും പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചതിന് ശേഷമാണ് ഈ വിവരം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ഉള്ളിലൊക്കെ ഇത് എത്തി എന്നുള്ളൊരു ആശങ്കയൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. പഞ്ചായത്തിനോട് പറഞ്ഞപ്പോഴും നമ്മൾ പരിശോധിക്കട്ടെ എന്നുള്ള വിവരങ്ങളാണ് പല ആളുകളോടും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പലരും നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും സർക്കാരിനോട് അവരുടെ ഒരു യാചനയാണ്, ഇങ്ങനെ ഒരു വസ്തു തരാതിരിക്കുന്നതാണ് ഇതിലും ഭേദം എന്നുള്ളൊരു കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. കാരണം അവരുടെ കുഞ്ഞുങ്ങൾ കൂടി നൽകുന്ന ആഹാരമാണ്. 10ഉം 18ഉം വയസ്സൊക്കെയുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് നൽകുന്നതാണ്. അവരോട് എന്തിനീ ക്രൂരത എന്നുള്ളൊരു ചോദ്യമാണ് ഒരു മാതാവ് നമ്മളോട് ചോദിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു പരിഹാരം നമുക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കാം. സർക്കാർ ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തുമെന്ന് ആശ്വസിക്കാം. മനു.